സൂഖ് വാക്കിഫ്. സൂഖ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് എന്നാണ് അതിൻ്റെ അർത്ഥം. അതുപോലെ തന്നെ സൂഖ് വാക്കിഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാൻഡിങ് മാർക്കറ്റ് എന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മൾ നേരത്തെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിരുന്നില്ലേ, 90കളിലൊക്കെ ഈ ഒരു മാർക്കറ്റിൻ്റെ വളർച്ച താഴേക്ക് പോയെങ്കിലും ഇവരെന്താ ചെയ്തതെന്ന് അറിയോ? ഇവർ 2006 ഈ മാർക്കറ്റ് ഒന്ന് പുതുക്കി പണിയുന്നതിനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു. അങ്ങനെ 2008 ആ വർക്കുകളെല്ലാം കംപ്ലീറ്റ് ആയി. ഇവിടെ ഈ പഴയ മാർക്കറ്റിനെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആക്കി ഇവർ മാറ്റുകയാണ് ചെയ്തത്. അങ്ങനെ ഒരുപാട് ടൂറിസ്റ്റുകൾ ഇവിടേക്ക് വരാനും അതുപോലെ തന്നെ ആ പഴയ രീതിയിലുള്ള മാർക്കറ്റൊക്കെ ഒന്ന് കാണാനും അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാനൊക്കെ തുടങ്ങി. നമസ്കാരം. ഇപ്പം ഞാൻ വന്നിരിക്കുന്നത് ഖത്തറിലെ തന്നെ ഏറ്റവും വലിയൊരു മാർക്കറ്റായ, അതായത് ട്രഡീഷണൽ മാർക്കറ്റായ സൂഖ് വാക്കിഫിലാണ്. കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മൾ പലതവണ സൂഖ് വാക്കിഫിലേക്ക് വരുന്നതും അതുവഴി കോർണിഷിലേക്ക് പോകുന്നതൊക്കെ പറഞ്ഞായിരുന്നു. അങ്ങനെ ഞാനിപ്പോൾ അവസാനം സൂക്കിലേക്ക് തന്നെ തിരിച്ചെത്തി. നമ്മളുടെ സൂഖ് വാക്കിഫിനോട് ചേർന്നേ ഈ കാണുന്ന നല്ല ഭംഗിയുള്ള ബിൽഡിംഗ് ഇല്ലേ, ഇതിനെ അൽഫനാർ മസ്ജിദ് എന്നാണ് പറയുന്നത്. സ്പൈറൽ മോസ്ക് എന്നും അറിയപ്പെടുന്നുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ദോഹയിലെ ഒരു കൾച്ചറൽ ഓർഗനൈസേഷനാണ്, ഒരു കൾച്ചറൽ സെൻറ്റർ. അത്യാവശ്യം നല്ല ഉയരമുള്ള ഒരു മോസ്കാണ് കേട്ടോ ഇത്. പിന്നെ ഇതിൽ ആ ഒരു മോസ്ക് മാത്രമല്ല, അതുപോലെ തന്നെ ബാങ്ക് ഒക്കെ ഉണ്ട് കേട്ടോ ആ ഒരു ബിൽഡിങ്ങിൽ. ഈ ഒരു മാർക്കറ്റ് ഉള്ളത് നമ്മളുടെ കോർണിഷ് ബീച്ചില്ലേ, ആ ബീച്ച് സൈഡിനോട് ചേർന്ന് തന്നെയാണ്. ഈ ബീച്ചും ഈ ഒരു മാർക്കറ്റും തമ്മിൽ വലിയ ദൂരമൊന്നുമില്ല. അതായത് പണ്ട് കാലത്ത് ഇവിടെ റോഡൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ നമ്മൾ റോഡൊക്കെ ക്രോസ് ചെയ്തിട്ടാണ് ഇവിടേക്ക് വന്നത് കോർണിഷിൽ നിന്ന്. അതായത് ഈ കടൽ വഴി, അതായത് ഈ ബീച്ച്, ഈ വെള്ളം വഴിയൊക്കെ എന്താ പറയുക, ബോട്ട് കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇവിടെ വ്യാപാരം കാര്യങ്ങളെല്ലാം കുറച്ചുകൂടി എളുപ്പമായിട്ട് നടന്നിരുന്നത്. ഇവിടെ സൂക്കിലേക്ക് കയറുമ്പോൾ തന്നെ ഒരു ഒട്ടകത്തിനെയൊക്കെ കാണാം. ആ ഒട്ടകത്തിൻ്റെ മുകളിൽ കുട്ടികളൊക്കെ കയറിയിരുന്നിട്ട് അവിടെ തന്നെ ഒരു 1-2 റൗണ്ടൊക്കെ കറങ്ങുന്നുണ്ട്. അതും കഴിഞ്ഞ് നമ്മൾ അകത്തേക്ക് പോവുകയാണ് ഇപ്പോൾ സൂക്കിൻ്റെ. അതിനോട് ചേർന്ന് തന്നെ ഒരു ചെറിയ ഒരു ട്രെയിൻ, നല്ല ഭംഗിയുള്ള ലൈറ്റുകളെല്ലാം വെച്ചിട്ട് അതിൽ കുട്ടികൾക്കും കയറാൻ പറ്റും, മുതിർന്ന ആൾക്കാർക്കും കയറാൻ പറ്റും. ഇവിടെയായിട്ട് നമ്മളുടെ പഴയ മിക്കി മൗസ് ഇല്ലേ, ആ മിക്കിയുടെ സ്വന്തം മിന്നി ഇവിടെ ഇരിപ്പുണ്ട്. ആ ഒരു കാഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് അകത്തേക്ക് കയറുമ്പോഴേ ഇവിടെ 2 വശത്തുമായിട്ട് ഒരുപാട് റെസ്റ്റോറൻറ്റുകളുണ്ട്. പുറത്തൊക്കെ ഇരുന്ന് ഇങ്ങനെ ഭക്ഷണം കഴിക്കാം. അതുപോലെ തന്നെ ഇതൊരു പ്രത്യേകം ആ ഒരു ഒരേ രീതിയിലുള്ള ഒരു തീമിലാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. മേളിലൊക്കെ കണ്ടില്ലേ, ഒരുപാട് ലൈറ്റും കാര്യങ്ങളെല്ലാം നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട് അവർ. അതുപോലെ തന്നെ ഈ ബിൽഡിങ്ങിൻ്റെ വശങ്ങളിലായിട്ട് എന്താ പറയുക, നമ്മളുടെ പഴയ കാലത്ത് ആ ഒരു റാന്തൽ വിളക്കില്ലേ, അതാണ് വെച്ചിരിക്കുന്നത്. അതിൻ്റെ അകത്ത് ബൾബാണ്, ആ ഒരു തീയോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല. ഈ മാർക്കറ്റ് തന്നെ ആ ഒരു എന്താ പറയുക, ട്രഡീഷണൽ മാർക്കറ്റ് ആയതുകൊണ്ട് ആ പഴയ രീതിയിലുള്ള കാര്യങ്ങൾ മാത്രമേ ഇവിടെ ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ ഈ കാണുന്ന ഷോപ്പുകളൊക്കെ ഇല്ലേ, ഇതെല്ലാം നമ്മൾ പകൽ കണ്ടതാണ്. ഇവിടെ ഒരുപാട് ഷോപ്പുകളുണ്ട് കേട്ടോ, അങ്ങനെ അങ്ങറ്റം വരെ ഈ ഷോപ്പുകളൊക്കെയാണ്. അതുപോലെ തന്നെ ഈ വശങ്ങളിലെല്ലാം സ്ട്രീറ്റ് ഫുഡ് കാര്യങ്ങൾ അതെല്ലാം ഉണ്ട്. ഫുഡൊക്കെ നമുക്ക് വാങ്ങിച്ച് കഴിക്കാം. ഓരോ ഹാൻഡിക്രാഫ്റ്റ് ഐറ്റംസും അതുപോലെ തന്നെ സുവനീർ കാര്യങ്ങളെല്ലാം വിൽക്കുന്ന ആ ഒരു കടയാണ് ഇതൊക്കെ. ഞാനിവിടെ ഇതിൻ്റെ ബാക്കിയുള്ള ഷോപ്പുകളൊക്കെ ഒന്ന് കാണാനായിട്ട് ഇതിൻ്റെ അകത്തേക്ക് കയറി. ഇതിൻ്റെ അകത്തൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര വലിപ്പമൊന്നുമില്ല, ചെറിയൊരു വഴിയാണ്.
ആ ചെറിയ വഴിയിൽ രണ്ട് ഭാഗത്തായിട്ട് ഒരുപാട് ഷോപ്പുകളുണ്ട്. നമ്മളുടെ ഈ പലചരക്ക് കടയിലൊക്കെ പോവില്ലേ, അതേപോലെ ഒരു ഫീലൊക്കെയാണിത്. ഒരുപാട് പലചരക്ക് സാധനങ്ങൾ, അതായത് സുഗന്ധദ്രവ്യങ്ങൾ, കാര്യങ്ങൾ, സ്പൈസസ്, അതെല്ലാം ഇവിടെയുണ്ട്. ഈ മാർക്കറ്റിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ ശരിക്കും ഒരു ചക്രവ്യൂഹത്തിൽ അകപ്പെട്ട ആ ഒരു അവസ്ഥയാണ്. എവിടേക്ക് പോകണമെന്ന് ഒരു ഐഡിയയും കിട്ടില്ല. പല സ്ഥലങ്ങളിലും ചെറിയ ചെറിയ ബോർഡുകളൊക്കെ ഉണ്ട്, അകത്തേക്ക് പോകാനും പുറത്തേക്ക് പോകാനൊക്കെയുള്ള എക്സിറ്റ് കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തിട്ടുള്ള ബോർഡൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും അതൊന്നും നമ്മളുടെ കണ്ണിലേക്ക് പെട്ടെന്ന് അങ്ങോട്ട് പെടില്ല. എങ്ങനെ വന്നാലും ചെറിയ രീതിയിലൊക്കെ ഒന്ന് വഴി തെറ്റിപ്പോവും. നമ്മളങ്ങനെ പെറ്റ് ഷോപ്പിൻ്റെ അടുത്തേക്ക് എത്തിയിരിക്കേണ്ട. ഇവിടെ ഒരു ചേട്ടൻ എന്താ ഈ വലിയൊരു കിളിയെ നോക്കി ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ ഒരുപാട് ബേഡ്സ് ഉണ്ട്, കണ്ടില്ലേ? ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് ബേഡ്സ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ ഉണ്ട്. ഇവിടെ രണ്ട് വശത്തും ബേഡ് ഷോപ്പുകൾ മാത്രമാണ് ഉള്ളത്. അതിനോട് ചേർന്ന് തന്നെയായിട്ടേ ഒരു കൂടോ കാര്യങ്ങളോ ഒന്നുമില്ല. കുറച്ച് ചെറിയ കിളികൾ അവിടെ പുറത്തിരിപ്പുണ്ട്. അതിൻ്റെ തൊട്ട് താഴെ നല്ല കുഞ്ഞ് നല്ല ഭംഗിയുള്ള ആമകളും, കണ്ടില്ലേ അത് ആമയൊക്കെ? ഈ ഒരു ഷോപ്പ് മാത്രമല്ല, അതിൻ്റെ ഓപ്പോസിറ്റുള്ള ഷോപ്പിലും ഇതെല്ലാം തന്നെയുണ്ട്. ബേഡ്സിനെയൊക്കെ അവർ പുറത്താണ് വെച്ചിരിക്കുന്നത്. ഈ ഷോപ്പിൻ്റെ അകത്തെല്ലാം ഇതിൻ്റെ കൂട്, അതുപോലെ ഫുഡ്, അങ്ങനെയുള്ള ബാക്കിയുള്ള ആക്സസറീസ് കാര്യങ്ങളെല്ലാമാണ് അവിടെ വെച്ചിരിക്കുന്നത്. ഇവിടെ ഖത്തറിൻ്റെ നാഷണൽ ബേഡായ ഫാൽക്കൺ ഉണ്ട്. ഇവിടെ ഫാൽക്കൺ സൂക്കുണ്ട്. ഫാൽക്കൺ മാത്രമല്ല, ലാൻഡിങ് പാഡുകൾ, അതുപോലെ തന്നെ പക്ഷികൾക്കുള്ള GPS കാര്യങ്ങളെല്ലാനും ഇവിടെ കിട്ടും. അത് കൂടാതെ തന്നെ ഫാൽക്കണ് വേണ്ടി സെപ്പറേറ്റ് ഒരു ആശുപത്രി പോലും ഉണ്ട് ഇവിടെ. മൂന്നോ നാലോ ആമയൊന്നും അല്ല കേട്ടോ, ആ ഒരു കൂട്ടിൽ ഒരുപാട് ആമയുണ്ട്. ഇവിടെ അകത്തെ വളരെ ചെറിയ വഴികളാണുള്ളത്. ആ വഴികളുടെ രണ്ട് ഭാഗത്തുമായിട്ട് ഒരുപാട് കടകളൊക്കെ ഉണ്ട്. അതിൽ കൂടുതലും ഈ സ്പൈസസ് എല്ലാമില്ലേ, അതുപോലെ തന്നെ ട്രഡീഷണൽ ഡ്രസ്സ് കാര്യങ്ങൾ, അതേപോലെ ഹാൻഡിക്രാഫ്റ്റ് ഐറ്റംസ്, സുവനീർ. പിന്നെ അത് കൂടാതെ ഇതിന് തൊട്ട് പുറകിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ചുവരിന് അപ്പുറത്തായിട്ട് റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ട്. ഇവിടെ ഈ കടകളിലൊക്കെ കണ്ടില്ലേ, ഇവിടെ എല്ലാം ഒരുപാട് ഹാൻഡിക്രാഫ്റ്റ് ഐറ്റംസും അതുപോലെ തന്നെ സുവനീർ കാര്യങ്ങൾ എല്ലാനും ഇവിടെയുണ്ട്. ശരിക്കും ഈ വഴിയിലൂടെ നമ്മൾ പകൽ സമയത്ത് വന്നതാ കോർണിഷിലേക്ക് പോകാനായിട്ട്. ആ സമയത്തൊന്നും ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല, ഇത്രയും ഷോപ്പുകളും ഓപ്പൺ ആയിരുന്നില്ല. ഇവിടെ ഒരു പ്രത്യേകതരം ഫുഡുകളൊക്കെ ഉണ്ട്. ന്യൂട്ടെല്ല വെച്ചിട്ട് അങ്ങനെയൊക്കെയുള്ള ഫുഡുകളൊക്കെ ഇവിടെ കഴിക്കാനായിട്ട് നമുക്ക് വാങ്ങാൻ പറ്റും. ഇത് കണ്ടില്ലേ, ഈ റെസ്റ്റോറൻ്റ് എല്ലാം നമ്മൾ കണ്ടതാ. ഇവിടെ നിന്ന് നേരെ റോഡ് ക്രോസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ കോർണിഷാണ്. ഞാൻ എന്തായാലും അങ്ങോട്ട് പോകുന്നില്ല. ഇവിടെ ഈ ഭാഗത്തെല്ലാമേ ഒരുപാട് ഫുഡ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക അവരെല്ലാം. സൂക്കിൽ നിന്ന് ആ ഭാഗത്ത് മാർക്കറ്റിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ ഇവിടെ വിശാലമായ ഒരു ഏരിയ, കുട്ടികളും അതുപോലെ തന്നെ ഒരുപാട് പേര് ഇവിടെ ഉണ്ട്. ഇവിടെ ചൂടില്ലാത്ത സമയത്തൊക്കെ ഈവനിങ് എല്ലാം ആരും അങ്ങനെ അധികം റൂമിലിരിക്കാറില്ല. എല്ലാവരും പുറത്തിറങ്ങി, അതുപോലെ തന്നെ ഫാമിലി ആയിട്ട് തന്നെ പുറത്തൊക്കെ ഇറങ്ങിയിട്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം വിസിറ്റ് ചെയ്യും, ഒന്നിച്ച് പോയി ഫുഡൊക്കെ കഴിക്കും. നല്ലൊരു രസമാണ് ഇവിടെ.
ചൂടുകാലം ആയിക്കഴിഞ്ഞാൽ ഒരാൾ പോലും അങ്ങനെ പുറത്തുണ്ടാവില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ ഇപ്പോൾ കൺഫ്യൂഷനാണ്. ഞാൻ വീണ്ടും ആ മാർക്കറ്റിൻ്റെ ഉള്ളിലേക്ക് തന്നെയാണ് പോകുന്നതെന്നൊരു സംശയം. അതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ ഇറങ്ങി വരാനായിട്ട് കുറച്ച് കഷ്ടപ്പാടാണ്. ഇവിടെ ഈ തിരക്ക് കണ്ടോ? പകൽ സമയത്ത് വന്നപ്പോൾ ഒരു മനുഷ്യൻ ഇവിടെ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇതിൽ നടക്കാനായിട്ട് പറ്റുന്നില്ല. റെസ്റ്റോറൻറ്റുകളെല്ലാം തന്നെ ഫില്ലായിട്ടുണ്ട്. ഇവിടെ ഈ തൊട്ട് നേരെ കാണുന്ന ഒരു വിരല്, അതിനെ പറയുന്നതാണ് ദ ഗോൾഡൻ തമ്പ് സ്റ്റാച്ചു എന്ന് പറയുന്നത്. ഈ ഒരു ബലൂണും കാര്യങ്ങളൊക്കെ കാണുമ്പോഴേ എനിക്ക് ഓർമ്മ വരുന്നത്, നമ്മൾ എടപ്പള്ളി ഭാഗത്തൊക്കെ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. അവിടെ എടപ്പള്ളി ജംഗ്ഷനിൽ തന്നെ ഇതുപോലെ ബലൂണൊക്കെ വിൽക്കാനായിട്ട് സത്യമായിട്ടും അതാ ഓർമ്മ വന്നത്. ഇതിവിടുത്തെ ഒരു ലാൻഡ് മാർക്കാണ്. അവിടെ നിന്നിട്ട് ഒരുപാട് പേര് ഫോട്ടോസും കാര്യങ്ങളെല്ലാം എടുക്കുന്നുണ്ട്. രാത്രിയിലൊക്കെ ഇവിടെ കാണാൻ നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. തണവ് കൂടിക്കഴിഞ്ഞാൽ ഈ ഭാഗത്തെല്ലാം ഇവർ ഹീറ്ററെല്ലാം വെക്കും. അങ്ങനെ ഞാൻ ഇവിടുത്തെ മെട്രോ സ്റ്റേഷനിലേക്ക് തിരിച്ചു പോവുകയാണ്. ഈ ഭാഗത്ത് എവിടെയാണ് ഇവിടുത്തെ മെട്രോ സ്റ്റേഷൻ? സൂഖ് വാക്കിഫ് തന്നെ. അവിടെ നിന്ന് മുഷരിബിലേക്ക് മെട്രോയ്ക്ക് പോകാനാണ് ഞാൻ തീരുമാനിച്ചത്. പക്ഷേ ഇവിടെ എഴുതിയേക്കുന്ന കണ്ടില്ലേ, മുഷരിബ് എന്ന് എഴുതിയിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് കുടുങ്ങിപ്പോയി. ഞാൻ കയറിയ വഴിയൊന്ന് മാറി. ഇതിപ്പോൾ മെട്രോ സ്റ്റേഷനിലേക്ക് കയറാതെ തന്നെ ഡയറക്റ്റ് മുഷരിബിലേക്കുള്ള നടന്നു പോകാനുള്ള വഴിയാണ്. ഇവിടെ ഈ സൂക്കിൽ നിന്ന് മുഷരിബിലേക്ക് അത്ര ദൂരമൊന്നുമില്ല കേട്ടോ, നടന്നു പോകാനുള്ള ദൂരമൊക്കെ ഉള്ളൂ. മുഷരിബ് ഡൗൺ ടൗൺ എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. അതിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ മെട്രോ സ്റ്റേഷനിൽ കണ്ട ആ ഒരു വാട്ടർ ഫൗണ്ടൈനൊക്കെ ഇല്ലേ, അതിൻ്റെ വലിയ ഒരു ഫൗണ്ടൈനൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല കളർ ലൈറ്റൊക്കെ ആയിട്ട്. ഈ ലൈറ്റിൻ്റെ കളറൊക്കെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. നല്ല ഭംഗിയുണ്ട് ഇതൊക്കെ കാണാൻ. സൈഡിൽ തന്നെ റേഞ്ച് റോവർ കാറൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞ് തൊട്ടപ്പുറം എന്താ നീല കളറിലുള്ള ലൈറ്റൊക്കെ വെച്ചിട്ട് വേറൊരു ഫൗണ്ടൈൻ. ഇവിടെ ഈ വഴിയിലൂടെ നമുക്ക് ട്രാമിലൊക്കെ പോകാൻ പറ്റും കേട്ടോ. ട്രാം പോകുന്ന ഒരു ട്രാക്കൊക്കെയാണ് ഈ കാണുന്നത്. ഇതാ ഇപ്പോൾ ഒരു ട്രാം വരുന്നുണ്ട്. ഇത് കണ്ടില്ലേ, ഇതാണ് ഇവിടുത്തെ ട്രാം സർവീസ്. എനിക്ക് തോന്നുന്നു ഇത് ഫ്രീ ആണെന്നാണ് തോന്നുന്നത്. പിന്നീട് ഒരിക്കൽ എന്തായാലും ഈ ഒരു ട്രാമിൽ ഞാൻ കയറുന്നുണ്ട്. ഇവിടെ മാത്രമല്ല കേട്ടോ, ഖത്തറിൽ വേറെ പല സ്ഥലങ്ങളിലൊക്കെ ട്രാം സർവീസൊക്കെ ഉണ്ട്. ഇവിടെ ഈ ഭാഗത്തൊക്കെ കണ്ടില്ലേ, ആ ബിൽഡിങ്ങിലൊക്കെ ഒരുപാട് ലൈറ്റും കാര്യങ്ങളെല്ലാം ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാലേ ഈ ഒരു സൂക്ക് മുതൽ മുഷരിബ് വരെയുള്ള ഈ ഒരു ഏരിയ, അതായത് ഡൗൺ ടൗണിൻ്റെയൊക്കെ ആ ഒരു ഭാഗമാണിത്. അത്ര നല്ല ഭംഗിയിലാണ് ഇവർ ചെയ്തു വെച്ചിരിക്കുന്നത്. ഇവിടെ മുഴുവൻ ലൈറ്റിൻ്റെ കളിയാണ് ഇവിടെ മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞാൻ എവിടെ നിന്ന് തുടങ്ങിയോ അവിടെ തന്നെ തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇതാണ് മെട്രോ സ്റ്റേഷൻ മുഷരിബ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലെല്ലാം കണ്ടതാണ്. ഇവിടെ നിന്ന് ഇപ്പോൾ റോഡ് ക്രോസ് ചെയ്ത് ഞാൻ അപ്പുറത്തേക്ക് പോകുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ റൈറ്റ് സൈഡിൽ തന്നെ നമുക്ക് ഇറങ്ങി മെട്രോ സ്റ്റേഷൻ്റെ അകത്തേക്ക് പോകാൻ പറ്റും. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വന്നേക്കാം.